എപ്പം മമിത ബൈജു കരഞ്ഞു ഞാനും കരഞ്ഞു, അത്രേ ഉള്ളൂ. അതായത് ഇവന്റെ ആദ്യ പടത്തിൽ ഇവന്റെ മൊബൈൽ സ്വാപ്പാക്കി, രണ്ടാമത്തെ പടത്തിൽ ആൻസർ പേപ്പർ സ്വാപ്പാക്കി, മൂന്നാമത്തെ പടത്തിൽ ഇവന്റെ പെണ്ണുപിള്ളയെ തന്നെ സ്വാപ്പാക്കി. Yes guys, Dude starring Misho Dhanush and music by Misho Anirudh. So ഇതിന്റെ കഥ എന്താന്ന് വെച്ചാൽ, ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന് വെച്ച് ഇവന്റെ ഭാര്യയെ ഇവൻ അവര് കെട്ടിച്ചു കൊടുത്തു. അപ്പൊ പണം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മീശ ധനുഷ് അവന്റെ എക്സിന്റെ കല്യാണത്തിൽ കയറി ചെന്ന് എന്തിനാടി നീ എന്നെ റിജക്ട് ആക്കിയെന്നും ചോദിച്ച് ആ കല്യാണ പന്തലിൽ കിടന്ന് അലമ്പാക്കുന്നതും കാണിച്ചുകൊണ്ടാണ്. നീ എന്നോട് എന്തിനു ചെയ്തെന്ന് മാത്രം പറഞ്ഞ ഞാൻ എന്റെ പാട്ടിന് പോയിക്കോളാം. അലമ്പെന്നൊക്കെ പറഞ്ഞാൽ ആ പെണ്ണിന്റെ താലി പറിച്ചെടുക്കും, മറ്റൊരു പെണ്ണിന്റെ സാരി പറിച്ചെടുക്കും, അവിടെ നാട്ടുകാർക്ക് തിന്നാൻ വെച്ചതിന്റെ മേലെ കൂടെ കൂടി നടക്കുന്നു. അങ്ങനെ അവസാനം ഈ അലമ്പൊക്കെ കഴിഞ്ഞതും അവൻ ആ കല്യാണ പെണ്ണിന്റെ മുഖത്ത് നോക്കിയൊരു ഡയലോഗാണ്, ഒരു പെണ്ണിന് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, അത്ര തന്നെ. അതിനപ്പുറത്ത് എന്ത് റീസണാ? പിന്നെ എന്തിനാടാ നീ ആ പാവത്തിന്റെ കല്യാണം കൊളമാക്കി? ആൻഡ് ഇവൻ ഈ മാസക്കൊട മാത്രമേ ഉള്ളൂ. ഇജാതി കൊണയൊക്കെ അടിച്ചിട്ടും ആ പാവം പിടിച്ച പെണ്ണിനെ എവിടെ കണ്ടാലും ഇവൻ പിന്നെയും ആ ചോദ്യം തന്നെ ചോദിക്കും. നീ എന്നെ എന്തിനാ തേച്ചെന്ന് ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് പറഞ്ഞൂടെ അമൃതേ? എന്നെ എന്തിനാ തേച്ചെന്നുള്ള റീസൺ ഇനിയെങ്കിലും ഒന്ന് പറയാവോ? എടാ മനുഷ്യനായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും ഒരു വില കൊടുക്കടാ. ഇനി ഇവനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇവൻ ആള് ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ഇവൻ മുട്ടായി തിന്നാൽ സ്റ്റൈല്, കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ സ്റ്റൈല്, ഫോൺ എടുത്താൽ സ്റ്റൈല്, പാലെടുത്താൽ സ്റ്റൈല്, എന്തിന് ഒരു പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്താൽ വരെ സ്റ്റൈലാണ്. അപ്പൊ ഇങ്ങനെ ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡ്യൂഡിന്റെ മാമന്റെ മോള് മമിതയ്ക്ക് ഡ്യൂഡിനോട് ഒരു ക്രഷ് വരുന്നത്. ആൻഡ് അപ്പൊ തന്നെ അവള് പോയി നമ്മുടെ ഡ്യൂഡിനെ അങ്ങ് പ്രൊപ്പോസ് ആക്കുകയാണ്. സോ ഒരു പ്രൊപ്പോസൽ സീനൊക്കെ ആണല്ലോ. അപ്പൊ സായിബായി ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഇട്. പക്ഷെ ഗൈസ് ആ പ്രൊപ്പോസൽ കിട്ടിയത് നമ്മുടെ ഡ്യൂഡ് ആ മമിതയോട് പറയും, എനിക്ക് നിന്നെ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല, സോ ലവ് ഒന്നും വരുന്നില്ല എന്ന്. അതോടുകൂടി നമ്മുടെ മമിത ആകെ വിഷമത്തിലായി കക്കൂസിലൊക്കെ കൈയിട്ട് മണക്കുകയാണ്. യെസ് ഗൈസ്, അജാതി ഡിപ്രഷൻ ആണ്. അപ്പൊ സായിബായി ഒരു ഇമോഷണൽ ട്രാക്ക് ഇട്ട് കൊടുക്ക്. നേരത്തെ പാടിയ ട്യൂൺ തന്നെയാണല്ലോ, ഒരിക്കൽ കേട്ടതല്ലേ അത്, നിങ്ങൾ അത് തന്നെ പാടിക്കൊണ്ടിരുന്ന പിന്നെ ഇതങ്ങനെ ശരിയാവും. അങ്ങനെ ഈ സംഭവത്തോട് കൂടി തന്റെ ഡിപ്രഷൻ സഹിക്കാൻ വയ്യാതെ മമിത വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് ആ ഗ്യാപ്പിലാണ് നമ്മുടെ ഡ്യൂഡ് മമിതനെ മിസ് ചെയ്ത് തനിക്ക് അവളോട് ശരിക്കും പ്രേമമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. സോ നമ്മുടെ നായകന് തിരിച്ചറിവ് വരുന്ന ഒരു സീനാണല്ലോ. അപ്പൊ സായിബായി ഒരു റിയലൈസേഷൻ ട്രാക്ക് ഇട്. നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, നേരത്തെ കാണിച്ചത് ഏകമുദ്ര, ഇപ്പൊ കാണിച്ചത് മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. യെസ് ഗൈസ്, ഈ പടത്തിൽ ഇങ്ങനെ ആകെ ഒരു പാട്ടി ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ 2-3 ലൈൻ ഇങ്ങനെ മാറ്റി ഇടും. അതായത് ഈ മൂച്ചവൻ പേച്ചവൻ ലൈൻ തന്നെ എടുക്ക്. ഈ ലൈൻ മാത്രം വെച്ചവൻ ഒരു 10 സീന് കവർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ലവ് വരുമ്പോൾ, പ്രൊപ്പോസൽ സീനിന്, സങ്കടം വരുമ്പോൾ, ഇനി തിരിച്ചറിവ് വരുമ്പോൾ, ഇനി തിരിച്ചിറങ്ങി പോകുമ്പോൾ, ഓർമ്മകൾ വരുമ്പോൾ, അവസാനം ഇമോഷണൽ ആവുമ്പോൾ. കേട്ട് ഞാൻ മടുത്തു. ഇനി മൂച്ചവൻ പേച്ചവൻ ഒന്നും കൂടാതെ വേറൊരു ഐറ്റം കൂടിയുണ്ട്, തൊട്ടാൽ ഞാൻ CEO. അതിങ്ങനെ സ്പീഡ് കൂട്ടിയും കുറച്ചുമിട്ട് ഒരു 10-15 സീൻ അങ്ങ് കവർ ചെയ്ത്. അതായത് തൊട്ടാൽ ഞാൻ CEO 1H, ഇനി 0.25H, ഇനി 2H, ഇനി 4H. പക്ഷെ ഉള്ള കാര്യം പറയാമല്ലോ, ഈ സോങ് നീ എത്ര ഇട്ടാലും ഞാനിരുന്ന് കേൾക്കും. കാരണം ഏത് സീനിൽ ഇട്ടാലും ഈ സോങ് ഒടുക്കത്തെ സിങ്കാണ്. എന്ത് രസായിട്ടാ ഭയ നീ പാടണേ, പാട്ട് പഠിച്ചെന്താ നീ? സോ ഗൈസ്, അങ്ങനെ ഡ്യൂഡിന് മമിതയോട് ഒടുക്കത്തെ സ്നേഹമാണെന്ന് തിരിച്ചറിവ് വന്നതും അവൻ അവന്റെ മാമനോട് പോയി എനിക്ക് നിങ്ങളുടെ മോളെ കെട്ടിച്ചേരണമെന്നും പറഞ്ഞ് മമിതയെ വിദേശത്ത് നിന്ന് കല്യാണത്തിന് വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു വരുത്തുകയാണ്. ആൻഡ് അവൾ നാട്ടിൽ വന്നതറിഞ്ഞതും നമ്മുടെ ഡ്യൂഡ് സന്തോഷം കൊണ്ട് തുള്ളി ചാടി ഒരു പട്ടീനെ ലിപ് ലോക്ക് ചെയ്ത് ആ ചുണ്ടും കൊണ്ട് നേരെ മമിതനെ ലിപ് ലോക്ക് ചെയ്യാൻ പോകും.
എന്താടാ ഇത്? ഒരുത്തി ക്ലോസറ്റിൽ കൈയിട്ട് മണക്കുന്നു, ഒരുത്തൻ പട്ടിക്ക് ലിപ് ലോക്ക് ഇട്ട് പെണ്ണിന് കിസ് അടിക്കാൻ പോകുന്നു. സോ ഗൈസ്, അങ്ങനെ ഡ്യൂഡ് വന്ന് മമിതനോട് വാ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതും മമിത പറയും എനിക്കിപ്പോ നിന്നോടൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് കല്യാണം കഴിക്കാനൊന്നും പറ്റൂല എന്ന്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂഡ് ഇവളെ റിജക്റ്റ് ആക്കിയതിൽ ആകെ വിഷമിച്ച് നടന്നിരുന്ന സമയത്ത് അവൾ അവിടെ വിദേശത്ത് മറ്റൊരുത്തനുമായി ഡിങ്കഡോൾഫി ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ അവൾക്ക് അവനെ കെട്ടണമെന്ന്. ഒരാൾ അയിലേക്ക് പറയാ, അപ്പൊ മറ്റേ ആൾ അയാളെ ചീത്ത പറയാ, പിന്നീട് അയാൾ പ്രേമാണെന്ന് പറയുമ്പോ അയാൾക്ക് വേറൊരാളോട് പ്രേമാണെന്ന് പറയാം. ആൻഡ് അത് കേട്ടതും ത്യാഗിയായ നമ്മുടെ ഡ്യൂഡ് നീ വിഷമിക്കണം മമിത, നിനക്ക് ഞാൻ അവനെ കെട്ടിച്ചു തരുമെന്നും പറഞ്ഞ് നീ കാര്യം നേരെ പോയി മാമനോട് പറയാൻ പറയും. അങ്ങനെ മമിത മമിതയുടെ ഡാഡിയുടെ അടുത്ത് പോയി എനിക്ക് വേറൊരുത്തിന് ഇഷ്ടമാണെന്നും അവനെ കെട്ടണമെന്നും പറയും. പക്ഷെ ഗൈസ്, ആ പയ്യൻ ഇവരെക്കാളും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനായിരുന്നു. അതോടെ ആ ജാതിവറിയനായ നായ പറയും നീ മീശോ ധനുഷിനെ തന്നെ കെട്ടിയാ മതി, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന്. അത് കേട്ടതും അമിത പിന്നെ വിഷമത്തിലാവുകയാണ്. മമിത വിഷമിച്ചാൽ നമ്മുടെ ഡ്യൂഡിന് സഹിക്കൂലല്ലോ. അതോടുകൂടി താൻ പ്രേമിച്ച പെണ്ണിനെ ഹാപ്പി ആക്കി വെക്കാൻ വേണ്ടി ആ ഉളുപ്പില്ലാത്തവൻ മമിതേനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം അങ്ങ് കഴിക്കുകയാണ്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മമിതേനെ ഡൈവോഴ്സ് ആക്കി അവളെയും കാമുകനെയും ഡ്യൂഡ് വിദേശത്തേക്ക് കയറ്റി അയക്കും. അതാണ് പ്ലാന്. എനിക്ക് എന്റെ മാനത്തെക്കാളും നിന്റെ ജീവനാ വലുത്. സോ അങ്ങനെ ഡ്യൂഡും മമിതയും ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണമൊക്കെ കഴിച്ചൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറുകയാണ്. അങ്ങനെ ആ ഫ്ലാറ്റിലേക്ക് മാറിയതും ഡ്യൂഡിന്റെ ഫസ്റ്റ് നൈറ്റ് നടക്കേണ്ട സമയത്താണ് ഇവർ ആ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കുന്നത്. അതായത് ആ ഫ്ലാറ്റിൽ മമിതയും കാമുകനുമാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. ആൻഡ് നമ്മുടെ ഡ്യൂഡോ ഗാലറിയിൽ ഇരുന്ന് കളി കാണും. എന്ത് മൂഞ്ചിയ ലൈഫാണോ തന്റെ. സോ ഗൈസ്, അങ്ങനെ മമിതയുടെ കാമുകന്റെ കാനഡയിലേക്ക് പോകാനുള്ള വിസ അടിക്കേണ്ട സമയത്താണ് അത് നടക്കുന്നത്. മമിത ഈസ് പ്രഗ്നന്റ് ഗൈസ്. എടാ, കാനഡയിലേക്ക് പോകുന്ന വരെങ്കിലും നിനക്കൊന്ന് പിടിച്ചു നിൽക്കാറുന്നില്ലേ? അങ്ങനെ അതോടുകൂടി നമ്മുടെ ഡ്യൂഡ് മമിതേനെ കൊണ്ട് അബോർട്ട് ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അത് അവിടെ വെച്ച് മമിത എനിക്ക് അബോർട്ട് ആക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഡ്യൂഡിന് മുമ്പിൽ വെച്ച് കരഞ്ഞു മെഴുകുകയാണ്. ആൻഡ് മമിത കരഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ഡ്യൂഡിന് അത് സഹിക്കാൻ പറ്റൂല. ആൻഡ് ഇതോടുകൂടി അവളോട് പാവം തോന്നിയ ഡ്യൂഡ് അവന്റെ ഭാര്യയ്ക്ക് മറ്റൊരുത്തിലുണ്ടായ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി വളർത്തുകയാണ്. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഒരു കോമളിയായി ഇങ്ങനെ നടക്കും. അവസാനം ആ മമിത വരെ പറയും ഇവൻ എന്ത് കോമാളിയാണെന്ന്. സന്തോഷമുണ്ട്, എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. പക്ഷെ അതൊന്നും ഇവനൊരു പ്രശ്നമല്ല. സെൽഫ് റെസ്പെക്റ്റും മെന്റൽ ഹെൽത്തും പോയാലും ഒരു പ്രശ്നവുമില്ല. മമിത ഹാപ്പി ആയിരുന്നാൽ മതി. എന്താണ് ഇങ്ങനെ ജീവികള്? അങ്ങനെ അവസാനം ആ ദിവസം വന്നെത്തി. മമിതയ്ക്കും കാമുകനും കാനഡയിലേക്ക് പോകാനുള്ള ദിവസം. അതോടെ നമ്മളെല്ലാവരും ഹവു ഉച്ചയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ മമിത അവളുടെ പാസ്പോർട്ടൊക്കെ കീറി വലിച്ചെറിയുന്നത്. എന്നിട്ട് പറയും നീ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഇനി ഞാൻ നിനക്കൊരു പെണ്ണ് സെറ്റാക്കിയിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന്. എടി നീ ഇവിടുന്ന് പോയാലേ അവൻ രക്ഷപ്പെടും. അങ്ങനെ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ മാനം കെട്ട മൊണ്ണ ഒരു പെണ്ണിനെ വാടകയ്ക്ക് വിളിച്ചു വരുത്തി എനിക്ക് പെണ്ണ് സെറ്റായി എന്ന് പറഞ്ഞ് അവളെ കാനഡയിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി നിൽക്കും. അപ്പൊ അടുത്ത മൂച്ചവൻ പെച്ചവനുമായി മമിത വരുന്നു. കാനഡയ്ക്ക് പോണേന് മുന്നേ അവസാനമായി അവൾക്ക് അവളുടെ ഡാഡിനെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ മമിതേനെ ഹാപ്പി ആക്കാൻ വേണ്ടി അവളുടെ ഡാഡിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അതാ മൂപ്പർ ഇവിടെ നടന്ന കോമാളിത്തനം ഒക്കെ അറിഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതൊക്കെ അറിഞ്ഞതും നീ ഇത്ര വലിയ കോമാളിയായിരുന്നോടാ മലരെ എന്നും പറഞ്ഞ് മൂപ്പർക്ക് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. അതിന്റെ ഇടയിൽ കുറെ ജാതിവറി പിടിച്ച പന്നികള് മമിതയുടെ കാമുകനെ കൊല്ലാനൊക്കെ നോക്കിയിട്ടുണ്ടാവും. അവസാനം ഇതിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ഡ്യൂഡ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ മമിതയുടെ ഡാഡിയായ ആ ജാതിവറി പിടിച്ച കള്ളക്കളവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ജാതിവരിയൊക്കെ മാറ്റിവെച്ച് ഇവർ ഒന്നിപ്പിക്കുക എന്നൊക്കെ. അതോടുകൂടി മനസ്സ് മാറി മമിതയുടെ ഡാഡി അവരെ സ്വീകരിക്കുകയാണ്. ആൻഡ് അവരെല്ലാവരും ഒന്നിക്കും. പടം കഴിഞ്ഞ് സംഭവം ഈ പടം ചുമ്മാ കണ്ടിരിക്കാനൊക്കെ ഒരു രസമാണ്. ആൻഡ് ജാതിവരക്കെതിരായ നല്ലൊരു മെസ്സേജും ഉണ്ട്. പക്ഷെ ഇവനുണ്ടല്ലോ ഇടയിടെ മനുഷ്യന്മാരെ കുറച്ചൊക്കെ സെൽഫ് റെസ്പെക്ട് വേണം. മാത്രമല്ല ഇവനെ പോലെ മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം സെൽഫ് റെസ്പെക്റ്റും മെന്റൽ ഹെൽത്തും ഒക്കെ കളയുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് സ്വന്തം മെന്റൽ ഹെൽത്തിന് മെയിൻ പ്രയോറിറ്റി കൊടുക്കണം. അല്ലാതെ മറ്റൊരുത്തിനെ ഹാപ്പി ആക്കാൻ വേണ്ടി ഇങ്ങനെ കോമാളി കളിച്ച് തരം താഴരുത്. കളഞ്ഞിട്ട് വാടേ വെറുതെ സമയം കളയാൻ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസുതാരദാസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.